DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ സർക്കാർ നടപടി ചട്ടവിരുദ്ധം. അഖിലേന്ത്യാ സർവീസ് ചട്ടം ലംഘിച്ചതായാണ് കണ്ടെത്തൽ. 4 മാസത്തിനുള്ളിൽ 2 തവണയും 4 വർഷത്തിനിടെ 8 തവണയുമാണ് സർക്കാർ യോഗേഷ് ഗുപ്തയ്ക്ക് സ്ഥലം മാറ്റം നൽകിയത്. ഒരു പദവിയിൽ 2 വർഷമെങ്കിലും സേവനം നൽകണമെന്ന ചട്ടമാണ് സർക്കാർ ലംഘിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ യോഗേഷ് നൽകിയ ഹർജി CATയുടെ പരിഗണനയിലുമാണ്. ദിസ്ന സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. ദിസ്ന. സംസ്ഥാന സർക്കാരിനെതിരെ യോഗേഷ് ഗുപ്ത നൽകിയ ഹർജി ഇപ്പോൾ CATയുടെ പരിഗണനയിലാണ്. ഈ പ്രതികാര നടപടി ചട്ടവിരുദ്ധമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ സർക്കാർ നടപടി ചട്ടവിരുദ്ധമാണ് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് നൽകിയത് 4 മാസത്തിനുള്ളിൽ 2ഉം 4 വർഷത്തിനുള്ളിൽ 8ഉം സ്ഥലമാറ്റങ്ങളാണ്. ഈ പ്രധാനമായും ലംഘിക്കുന്നത് ഒരു പദവിയിൽ 2 വർഷമെങ്കിലും സേവനം നൽകണമെന്ന അഖിലേന്ത്യാ സർവീസ് ചട്ടമാണ്. നമുക്കറിയാം PT ബിജിക്കെതിരായ ബിനാമി കേസും KM എബ്രഹാമിനെതിരായ CBI അന്വേഷണത്തിലൊക്കെ തന്നെയും വളരെ കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിനെതിരെ അദ്ദേഹത്തിന് രൂക്ഷമായ വിമർശനം ഉയർന്ന സാഹചര്യം ഒക്കെ തന്നെ നമുക്കറിയാം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സർക്കാരിന്റെ ഒരു പ്രതികാര നടപടി തന്നെയാണ് യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉണ്ടാവുന്നത് എന്നത് ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഹർജി CATയുടെ പരിഗണനയിലാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി റോഡ് സേഫ്റ്റി കമ്മീഷണറാക്കി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ശരി ദിസ്ന.